ഹായ് ഫ്രണ്ട്സ്, അഭിസുഖയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം മച്ചമാരെ. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യണത്. നമ്മുടെ ഷെഫീൽഡിൽ നിന്ന് വെറും 40 മിനിറ്റ് യാത്ര ചെയ്ത് വരാൻ പറ്റണം ഒരു അടിപൊളി ട്രാവൽ വീഡിയോയാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. വേറെ ഒന്നുമല്ല, അത് എൻ്റെ പുറകെ കണ്ട കാസിൽ സ്ക്വയർ ഉണ്ടോ, അതിൻ്റെ വീഡിയോയാണ് നമ്മുടെ ചാനലിൽ നിന്ന് ചെയ്യണം. അപ്പോൾ എന്താണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കണ്ടോ. ഹായ് ഗൈസ്, അഭിസുഖയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഷെഫീൽഡ്, വെളിയിൽ നിന്ന് ഒരാൾ ഷെഫീൽഡ് വന്നാൽ ഷെഫീൽഡ് എന്തൊക്കെയാണ് കാണാനുള്ളതിനെ പറ്റി ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒപ്പം ഇന്നിപ്പോൾ ലണ്ടനിൽ നിന്ന് വന്നൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ ആ ഫാമിലിയെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും വണ്ടി കേൾക്കാൻ ഇനി എന്തെങ്കിലും ഷെഫീൽഡ് വരുമ്പം എന്തൊക്കെ സ്ഥലം കാണണമെന്നുള്ളതിനെ പറ്റി ഒരു ക്ലിയർ പിക്ചർ ഇന്ന് ഒരു ദിവസം നമുക്ക് ഷെഫീൽഡ് മൊത്തം ഒന്ന് എങ്ങനെ കാണാം എന്നുള്ളതിനെ പറ്റി ഒരു ക്ലിയർ പിക്ചറാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ ഇപ്പം ലണ്ടൻ റെഡിങ്ങിൽ നിന്ന് വന്ന ഫാമിലിയാണ് പുറകിലുള്ളത്, അഷ്കർ ഖാനും വൈഫും. ഓക്കെ, പിന്നെ ആ മീൻ പിടിക്കുന്ന സ്ഥലം ഇപ്പൊ ഉണ്ടാവുമോ? ആ നമ്മൾ 12 കൊണ്ട് കൊടുത്തിട്ട് മീൻ പിടിക്കാന്ന് പറയില്ലേ ബോട്ടിൽ പോയി. ഇത് വയനാട് പാസ്, ഇത് കാണാനുള്ളതാട്ടോ. ഇത് വണ്ടി പാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇത് മാഞ്ചസ്റ്റർ പോകുന്ന മാഞ്ചസ്റ്റർ അവിടെ നിന്ന് 15 വരും കണ്ടോ, 15 വരും ഇവിടുന്ന്. അടുക്കാണ്, പക്ഷെ അത് പോണം വയനാട്ടിൽ. മാംതോറം മേളിൽ കയറും, അത് കാണണം. അത് പോണില്ല നമ്മള്. മാംതോറം മേളിലാണ്, ബട്ട് താഴെ നിന്ന് നിനക്കൊരു വ്യൂ കാണാം. വലിയ ഹൈറ്റാണ്. പക്ഷേ വയനാട് പാസ് ഒരു വഴിയാ, നമുക്കൊരു ഡ്രൈവ് ആകും, നല്ല രസം. 2 മലയാളം നടക്കുക. കാസിൽട്ടൺ പോയിട്ടുണ്ട്, ബേക്ക്വെല്ല് പോയിട്ടുണ്ട്. ബേക്ക്വെല്ല് പോകണമെന്നല്ല, ബേക്ക്വെല്ലാണ്. കാസിൽട്ടണും ബേക്ക്വെല്ലും നല്ല രസമാണ്. ശരിക്കും പോക്ക് നടക്കുമോ? ഇപ്പൊ തന്നെ 12 മണിയായി. നീ കൊച്ചിനാണ് ഗോപി. അപ്പൊ പോയിട്ട് വരാടാ, വണ്ടി ഇടാം. അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോൾ, പ്രൈവറ്റ് അല്ലല്ലോ. കൈ പിടിച്ചോ, ഇവിടെ വീണ ഒരു സുഖം ഉണ്ടാവൂല. ടാറിട്ട റോഡാ. പോയിട്ട് എടാ, നീ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ വിളിക്കട്ടെ. എന്താണെങ്കിലോ ഡ്യൂട്ടി അവിടെ ട്രാം ഇല്ല അല്ലേ? പക്ഷെ ട്രാം ഏറ്റവും നല്ല മാഞ്ചസ്റ്ററിലെ ട്രാമാ. എന്ത് രസാന്നറിയോ, ഇതിനേക്കാളും സ്ലിമ്മാ ട്രാം. നമുക്ക് രാത്രി 12 മണി വരെ ഉണ്ട് ഇവിടെ. രാവിലെ 6 മണി മുതൽ. അല്ല, നാളെ നമുക്ക് മെഡോ ഹോൾ ട്രാമിൽ പോവാം. ആകുമ്പോൾ മെഡോ ഹോളിന്റെ അകത്തുകൊണ്ട് തീർത്തു. അത് കാറിൽ പോണേക്കായിരിക്കും ലാഭം ട്രാമിൽ പോണയാ. കാറിൽ കൊണ്ടുവന്ന കാർ പാർക്കിൽ നിന്ന് നടക്കണം. ഷെഫീൽഡിലെ ഏറ്റവും വലിയ മാളാ മെഡോ ഹാള്. കാറിന്റെ ഫ്രണ്ടിൽ സ്റ്റിക്കർ വല്ലതും ഉണ്ടോന്ന് ആദ്യം നോക്കട്ടെ. ഇല്ല. വീട്ടിലുള്ളവർക്ക് ഷെഫീൽഡ് മൊത്തം കാണാട്ടെ. ഇന്ന് മുകളിൽ സെറ്റപ്പ് ഉണ്ട്. ഞാൻ ട്രാമല് ഡെയിലി യൂസ് ചെയ്യണ. എടാ, ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 12 കൊണ്ട് ഒരാഴ്ചത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡാ. ആ കാറിനേക്കായിരിക്കും ലാഭം ട്രാമ. പാർക്കിങ് നോക്കണ്ട, മെയിൻ്റെനൻസ് നോക്കണ്ട, ഒന്നും നോക്കണ്ട. കൗൺസിലിൽ നിന്ന് വന്ന് ഫോട്ടോ എടുക്കണേ. അത് ബസ്സുണ്ട്. ഇവിടെ നമുക്ക് ബസ്സും ട്രാമും കൂടി 15 പൗണ്ട് ഒരാഴ്ചത്തേക്ക് ഒരു സേവറുണ്ട്. അത് എടുത്താൽ മതി. ഞാനിപ്പോൾ എടുക്കാറില്ല. അപ്പോൾ ഞാൻ സൈക്കിൾ എടുത്തേ പിന്നെ സൈക്കിളിൽ പോകണം. ഇവിടുത്തെ ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിള്ളേർക്ക് നമുക്ക് സീറ്റിൽ അങ്ങനെ ഇരുത്താൻ പറ്റില്ല. കണ്ടോ, ബേബി സീറ്റും കാര്യങ്ങളും എല്ലാം വേണം. ഇതൊക്കെ ഇവിടുത്തെ റൂളാണ്, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പം നമ്മുടെ ഷെഫീൽഡിൽ നിന്ന് വെറും 40 മിനിറ്റ് യാത്ര ചെയ്ത് കാണാൻ പറ്റണ ഒരു അടിപൊളി സ്പോട്ടിലാണ് നമ്മളിന്ന് വന്നേക്കണം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് പറയുന്നതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിത്. ഇവിടെ ട്രക്കിങ്ങിന് വരാനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും. അപ്പം നമ്മൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ത്രൂ ഔട്ട് വീഡിയോയിൽ പറയണമായിരിക്കും. പിന്നെ ഇവിടെ വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം, നമ്മളിവിടെ വരുമ്പോൾ ശരിക്കും ഒരു ട്രക്കിംഗ് ഷൂ ഉണ്ടെങ്കിൽ നമ്മുടെ യാത്ര കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ സാധാരണ യൂസ് ചെയ്യണ ഷൂ തന്നെയാണ് ഇന്ന് ഇട്ടുകൊണ്ട് വന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ലിപ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ട്രക്കിംഗ് ഷൂ തന്നെ ഇതിനു വേണ്ടി നമ്മൾ വെക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഇപ്പോൾ ഈ സ്ഥലത്തോട്ട് വന്നവർക്കടുത്ത് എനിക്ക് ഒറ്റ കാര്യമാണ് പറയാനുള്ളൂ. ഇപ്പം ഈ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ മിക്ക സമയത്തും ഈ കാസിൽ അടച്ചിടാറാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇത് ഓപ്പണിംഗ് ആണോ അല്ലേ ഒന്ന് കൺഫേം ചെയ്തിട്ട് വരണം. ഇപ്പം ഞാൻ വന്നപ്പോൾ എനിക്ക് പണി കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അത് ചെറിയ പണിയായിപ്പോയി. ഇതിൻ്റെ ഫ്രണ്ടിലിരുന്ന് എല്ലാവരും ഫോട്ടോയും കാര്യങ്ങളും എല്ലാം എടുക്കുന്നുണ്ട്. ഇതാണ് സംഭവം. ഓക്കെ, ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഇന്നിവിടെ നല്ല തിരക്കാണ്. ഇതൊരു ഗ്യാസിൽ, പിന്നെ അവിടെ
ഒരു ഓർണം കൂടെ ഉണ്ട്. ഓക്കെ, ആ അങ്ങേറ്റതും. അപ്പോൾ നമ്മൾ അവിടെ എല്ലാം പോകണമായിരിക്കും. അപ്പം നമ്മുടെ ഒപ്പം ഉള്ള അസ്കറും ഫാമിലിയും ഇങ്ങോട്ട് നടന്നു വന്നേയുള്ളൂ. പിന്നെ ഇത് ട്രക്കിംഗ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. ഇവിടെ മെയിനായിട്ട് ട്രക്കിംഗ് ആണ് ഹൈലൈറ്റ്. നല്ല രസമാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമുക്കൊരു വീക്കെൻഡൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാനുള്ള. പിന്നെ ഇവിടെ വരുമ്പോൾ എന്താ പറയുക, അത്യാവശ്യം ചെറിയ രീതിയിലുള്ള സ്നാക്സ് നമ്മൾ കൈ കരുതുവാണെങ്കിൽ നല്ലതായിരിക്കും. കാര്യം ഇവിടുത്തെ ഷോപ്പുകൾ കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ നമ്മൾ പറയണമല്ലോ, ഒന്നും ഇപ്പോൾ പോർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസാണ് ഇപ്പം ഞാൻ കണ്ടപ്പോൾ കൂടുതലായിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും നമ്മുടെ റൂമിൽ നിന്ന് കട്ട്ലേറ്റോ സമൂസയൊക്കെ ഉണ്ടായിക്കൊണ്ട് വരുവാണെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ അടിപൊളിയാട്ടോ. പിന്നെ വരുമ്പോൾ നിലത്തിരിക്കാനാണെങ്കിൽ നമ്മളൊരു ഷീറ്റ്. ഇപ്പോൾ ഇവിടെ വന്നവർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഫുൾ സെറ്റ് ഉണ്ടായിരിക്കും. നിലത്ത് വിരിക്കാനുള്ള ഒരു പടത പോലത്തെ സംഭവം, അതിലിരുന്ന് ഫുഡ് കാര്യങ്ങളെല്ലാം അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഫുള്ള് സെറ്റായിട്ടാണ് വന്നത്. അപ്പം നമ്മൾ വരുമ്പോൾ വണ്ടിയുള്ളവർ അങ്ങനത്തെ ഒരു സാധനം ഡിക്കിയിലേക്ക് എടുത്തിടുവാണെങ്കിൽ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ മൂട് ചെളിയാവണേല്ല, വെള്ളമാവും. ഒന്നാമത് മഴക്കാലമല്ലേ. പക്ഷേ ഫാമിലി ആയിട്ടും പിള്ളേരായിട്ടും വരാൻ നല്ല ബെസ്റ്റ് സ്പോട്ടാണിത്. കാരണം വേറെ ഒന്നുമല്ല, ഭയങ്കര പീസ്ഫുള്ളാണ് ഇവിടെ. ഈ ഗിംബലിൻ്റെ പ്രവർത്തനം നമ്മളങ്ങനെ പഠിച്ചിട്ടില്ല, അതാണിപ്പോൾ കിട്ടുന്ന ഒരു പണി. രണ്ടാമത്തെ പാലസ് ഓപ്പൺ ആയിരുന്നു. ശരിക്കും ഇത് നോക്കിയാൽ മതി, അതിൻ്റെ അകത്ത് ഫുള്ള് വീൽ ചെയറിനുള്ള ആക്സസ്, പിന്നെ ഡോഗായിട്ട് ഒരു ഈവനിങ് വാക്കിന് വരാനുള്ള സൗകര്യങ്ങൾ എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇവർ ചെയ്തിട്ടേക്കണത്. പിന്നെ ഒത്തിരി ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട്. ഇപ്പോൾ ഈ കുതിരയാണെങ്കിൽ ഒരു കോപ്പറി പണിത കുതിരയാണ്. അവിടെ ഞങ്ങൾ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ അവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരു ചെറിയ എന്താ പറയണ ഒരു കുളം കണക്ക് അവർ പണിതിട്ടുണ്ട്. അതിനകത്ത് ഫുള്ളും നിറച്ച്, അതിനകത്ത് ഫുള്ളും 1 പൗണ്ട് 50 പി 10 പി 20 പി ഫുള്ളും. പിന്നെ എനിക്ക് കാണാൻ പറ്റിയൊരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇവർ ഈ ട്രക്കിങ്ങിന് വരുമ്പോൾ അതിനായിട്ട് തന്നെ ഒരു ഷൂ വയ്ക്കും. പിന്നെ നിങ്ങളവിടെ ഒരു ബസ് വന്നുണ്ടോ, അത് ഇലക്ട്രിക് ബസ്സാണ്. ഇതൊക്കെ തന്നെയാണ് ഈ രാജ്യത്തിന് ഇത്രയും ബ്യൂട്ടിഫുൾ ആവണം. ആ പ്രകൃതിയാണെങ്കിലും എല്ലാം അതിൻ്റേതായിട്ടുള്ള ഒരു ബ്യൂട്ടി തന്നെയാണ് അവർ കീപ്പപ്പ് ചെയ്യണം. അപ്പോൾ ഓക്കെ ഗൈസ്, സ്റ്റേ ട്യൂൺ ടു അബീസ് UK ചാനൽ. എൻ്റെ ഈ വോയിസ് ഓവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കമൻറ്റ് ഇടണം കേട്ടോ. ഓക്കെ.